ഇന്നത്തെ സൂപ്പർ സ്റ്റാർ ഡോക്ടർ രാജഗോപാൽ, ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായർ, MLA എല്ലാവർക്കും, പിന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇതൊരു ഗുരുദക്ഷിണയുടെ ഒരു ഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഹരിഹരൻ നായർ സാറ് വരാൻ പറഞ്ഞു, വന്നു, അതാണ് സത്യം. സാർ എന്നെ രണ്ടാമത്തെ പ്രോഗ്രാമിനാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു പ്രോഗ്രാമിന് എനിക്ക് വരാൻ സാധിച്ചിട്ടില്ല. ആ പ്രോഗ്രാം നടന്നിട്ടില്ല എന്ന് എനിക്കറിയാം, നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് സാർ എന്നോട് ഈ പ്രോഗ്രാമിനെ പറ്റി സംസാരിച്ചപ്പോൾ ഇതൊരു പാലിയേറ്റീവ് മൂവ്മെൻ്റ് ആണെന്ന് എനിക്ക് അറിയാമായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് വൈ ഐ വാസ് more than willing to come, and I'll explain, and as I go along I'll explain. ഞാൻ ഒരു വളരെ അതിശയമായൊരു കാര്യമെന്ന് നടന്നിട്ടുണ്ട് എന്നെ പറ്റി. ഐ ആം ടോക്കിംഗ് അബൌട്ട് മൈ ലൈഫ്, സംതിങ് എക്സ്ട്രോർഡിനറി ആക്ച്വലി. അതിനൊരു സൂചന ഞാൻ ഡോക്ടർ രാജഗോപാലിന് കൊടുത്തിരുന്നു. ഹി ഹാസ് നോ ഐഡിയ. ഞാൻ ഡോക്ടറിനെ ഒരു 20 മറ്റോ കൊല്ലം മുമ്പ് അദ്ദേഹത്തിൻ്റെ പാലാരിവട്ടത്തെ ഫ്ലാറ്റിൽ പോയി കണ്ടിട്ടൊരാളാണ്. He doesn't remember me. Sir, I did not have so many grey hair. I was much younger. അപ്പോൾ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തായ ദിലീപിൻ്റെ ഫാദർ വാസ് ഗോയിങ് ത്രൂ ടെർമിനൽ ക്യാൻസർ. ഡോക്ടർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹി വാസ് മിസ്റ്റർ പ്രഭാകരൻ നായർ, ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ വേറെ ഒന്നും വഴിയില്ല എന്ന് വന്നപ്പോൾ we were recommended very heavily and very intently by several doctors. There is only one man who can possibly come to his aid. That is Dr. Rajagopal. That is how I met him. നമ്മൾ സാധാരണ ഡോക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗാംഭീര്യവും കുറച്ചൊരു ആരഗൻസൊക്കെ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കും, അവരുടെ ഒരു പ്രൊഫഷണൽ എക്സലൻസിൻ്റെ ആരഗൻസ്. But what I saw was something completely different. Never seen a man more humble than doctor, and he continues to be so, perhaps more today, and I can see that. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയധികം റെസ്പെക്റ്റ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, this is an extraordinary day for me because I am reliving something like 20 or 25 years I was. ജസ്റ്റിസ് ഹരിഹരൻ നായർ സാറിൻ്റെ മുമ്പിൽ ഞാൻ കണ്ടമാനം കേസുകൾ ആർഗ്യൂ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. I was a lawyer. സാറ് യു ആർ അൺടച്ച്ഡ് ബൈ ടൈം സർ ആൻഡ് ഗോഡ് ഗ്രേസ്. സാർ അന്ന് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ഓൾ ബിക്കോസ് ഓഫ് ദി ഗ്രേസ് ദാറ്റ് യു ഹാവ്, ദി ബ്ലെസ്സിങ്സ് ദാറ്റ് യു ഹാവ് ഓഫ് സോ മെനി പീപ്പിൾ. ഞാൻ കൂടുതൽ നീട്ടി ഒരു സ്പീച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ദിസ് ഇസ് നോട്ട് ദ ടൈം ഫോർ ഇറ്റ്. ബട്ട് ഒരു ചെറിയ 2-3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്താം. പാലിയേറ്റീവ് എന്ന് പറയുന്ന വേർഡിൻ്റെ തുടക്കം, അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ സെമാൻറ്റിക്കലി അതിൻ്റെ മീനിങ് അനുസരിച്ച്, Ma'am, I hope you can follow a little bit of Malayalam. I'm sorry that... That's nice. So, palliative-ന്റെ റൂട്ട് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡായ പാലിയേർ എന്നാണ്. പാലിയേർ എന്ന് പറഞ്ഞാൽ ടു കവർ, ടു ക്ലോക്ക്, ടു ക്ലോത്ത്, ഇങ്ങനെ കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പാലിയേറ്റീവിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ കവർ ചെയ്യുക, പൊതിയുക എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞെടുക്കലല്ല. ടു ഹഗ്, to be in proximity, to clothe a person with kindness, that is palliative. സത്യം പറഞ്ഞാൽ അത് ചെയ്യാനൊരു ഡോക്ടർ തന്നെ വേണമെന്നില്ല. എവ്രി വൺ ഓഫ് us can be a palliative expert വേണമെങ്കിൽ. അതിന് വേണ്ടതൊരു നല്ല മനസ്സാണ്. ഞാനത് എന്നോട് വിനു പറഞ്ഞു that he heard me when I spoke at the IMA hall at എറണാകുളം. അവിടെ ഒരു അരികെ എന്ന് പറയുന്ന IMAയുടെ ഒരു പ്രോഗ്രാം ഞാൻ ഇനോഗ്രേറ്റ് ചെയ്തിരുന്നു. ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പാലിയേറ്റീവ് കെയർ നോ ഡൗട്ട് ഇന്ന് സയൻറ്റിഫിക്കലി ഒരു സെപ്പറേറ്റ് സ്ട്രീം ഓഫ് എക്സ്പെർട്ടീസാണ്, യാതൊരു സംശയമില്ല. പണ്ടത് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളൊരു ഡിസിപ്ലിൻ ആയിരുന്നുവെങ്കിൽ ഇന്നൊരു ഇൻറ്റഗ്രേറ്റഡ്, ഹി ഈസ് റൈറ്റ്, ഇൻറ്റഗ്രേറ്റഡ് ആണ്. അത് തുടക്കം മുതൽ അവസാനം വരെ ഒരു ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സാണ്, ഇപ്പോൾ പ്രോട്ടോക്കോളാണ് പാലിയേറ്റീവ് എന്ന് പറയുന്നത്. പക്ഷേ വാട്ട് ഈസ് റിയലി പാലിയേറ്റീവ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രായം ഒരു വ്യത്യാസമുള്ള കാര്യമല്ല. ബിക്കോസ് എല്ലാ മനുഷ്യർക്കും എസെൻഷ്യലി വേണ്ട ഒരു കാര്യമുണ്ട്. എസെൻഷ്യലി വേണ്ടത് കമ്പനി, ദ ഹ്യൂമൻ ടച്ച് എന്ന് പറയുന്ന 2 പ്രിൻസിപ്പിൾസിലാണ്, 2 കാര്യങ്ങളിലാണ്.
ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അത്രയും ഭയാനകമായ ഒരു കാര്യമില്ല. അത് സൂക്കേട് ഉണ്ടെങ്കിലും ശരി, സൂക്കേട് ഇല്ലെങ്കിലും ശരി, ഇഫ് യു ആർ കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് വിതൗട്ട് നോബഡി ടു ടേക്ക് കെയർ ഓഫ് യു, വിതൗട്ട് നോബഡി ടു സപ്പോർട്ട് യു, നിങ്ങൾ ഒരു വല്ലാത്ത ഐസൊലേഷൻ, ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിൾ, ആ ഒരു ഇതിൽ വരുന്ന ആൾക്കാർക്ക് അത് നമ്മൾ ഓരോരുത്തർക്കും അറിയാം. നമുക്കതിപ്പോൾ മനസ്സിലാവാത്തതിൻ്റെ കാരണം വി ആർ ഓൾ ബ്ലെസ്ഡ്. നമുക്ക് നമ്മുടെ കുട്ടികളുണ്ടാവാം, ഭർത്താവ്, ഭാര്യ, അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, ഗ്രാൻഡ് ചിൽഡ്രൻ. ഇതൊന്നുമില്ലാതെ ഈ ലോകത്ത് ഒരാൾ ജീവിക്കേണ്ടി വന്നാൽ അതൊരു ഭയാനകമായ ഒരു സിറ്റുവേഷനാണ്. അതിൻ്റെ കൂടെ കുറച്ച് വയ്യായ്മയും കൂടെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഹൊറൻഡസ്. അവിടെയാണ് ഈ പാലിയേറ്റീവ് കെയറിൻ്റെ ഏറ്റവും പ്രിൻസിപ്പിളിൽ, അതിൻ്റെ ഫിലോസഫിയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാസറ്റ് എന്ന് പറയുന്നത്, വേർ യു റീച്ച് ഔട്ട് ടു എ പേഴ്സൺ. ഡോക്ടർ പറഞ്ഞത് ശരിയാണ്, വൈപ്പ് എവ്രി ടിയർ ഓഫ് എവ്രി ഐ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതൊരു മെഡിക്കൽ ഫീൽഡിൽ മാത്രമുള്ള കാര്യമല്ല. ദിസ് ഈസ് വാട്ട് വി ഓൾസോ ട്രൈ ടു ഡു ആസ് ജഡ്ജസ്, ആസ് ലോയേഴ്സ്. ഞങ്ങൾ ചെയ്യുന്നത് വലിയ വ്യത്യാസമുള്ള കാര്യമല്ല, പക്ഷേ വി ഡോണ്ട് ഡു ഇറ്റ് ഓൺ ദ ഫിസിയോളജിക്കൽ ലെവലിലല്ല. വി ഡു ഇറ്റ് ഫ്രം ദി ലിബർട്ടി ആൻഡ് സൈക്കോളജിക്കൽ ആംഗിൾസ് തന്നെയായിരിക്കും ഞങ്ങൾ പോകുന്നത്, ബിക്കോസ് വി ഡു ദ സെയിം തിങ്. ഞാനത് പലപ്പോഴും തമാശയ്ക്ക് പറയുന്നതല്ല, വിത്ത് സം സിൻസിയറിറ്റി ദാറ്റ് ഐ സേ ദിസ്. വാട്ട് വി ഡു ആസ് ലോയേഴ്സ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ആസ് വാട്ട് ഡോക്ടേഴ്സ് ഡു എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ഡോക്ടേഴ്സ് ആർ ദ കസ്റ്റോഡിയൻസ് ഓഫ് ഹെൽത്ത്, വി ആർ ദ ചാമ്പ്യൻസ് ഓഫ് ലിബർട്ടി. അപ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഒരാൾ യാതൊരു സൂക്കേടുമില്ലാതെ അയാളെ ജയിലിലടക്കുകയാണ്, ഒരു റൂമിൽ പൂട്ടുന്നതും, ഒരാൾക്ക് എല്ലാ ലിബർട്ടിയും ഉണ്ട്, ഒരു നിയമവും അയാളെ തടയുന്നില്ല, പക്ഷേ അയാൾക്ക് അനങ്ങാൻ പറ്റാതെ കിടപ്പിലാവുകയാണെങ്കിൽ അയാളും ഒരു റൂമിൽ തന്നെയായിരിക്കും. ഇറ്റ് ഈസ് വെർച്വലി ദ സെയിം. ഒന്ന് മറ്റൊന്നിനേക്കാളും ബെറ്ററാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒട്ടും വയ്യാണ്ട് റൂമിൽ കിടക്കുന്നതും എല്ലാ ഹെൽത്ത് വെച്ചൊരു റൂമിൽ കിടക്കുന്നതും ഒന്ന് തന്നെയാണ്. അപ്പോൾ ചെയ്യുന്നതൊക്കെ സെയിമാണ്. വാട്ട് വി ഹാവ് ടു ഡു, അതിന് വേണ്ടതൊരു എംപത്തി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ മാത്രമേ വേണ്ടൂ. നമുക്ക് വേണ്ടത് കരുണയാണ്. വാട്ട് വി റിക്വയർ ഈസ് ദ ഫീലിംഗ് ദാറ്റ് ദി അതർ ഈസ് പാർട്ട് ഓഫ് മീ. ദിസ് ഈസ് ആക്ച്വലി പാലിയേറ്റീവ് കെയർ. നമ്മൾ ഈ പാലിയേറ്റീവ് കെയറിന് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ സയൻസായിട്ട് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ഒരു 30 കൊല്ലമോ മറ്റോ ആയിട്ടുണ്ടാവുള്ളൂ. ഒരു 30-35 ഇയേഴ്സ്, 3 ഡെക്കേഡ്സ്. അതിനു മുമ്പ് പാലിയേറ്റീവ് കെയർ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എല്ലാ കുടുംബങ്ങളിലും പാലിയേറ്റീവ് കെയർ ഉണ്ടായിരുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ വയ്യാത്ത ആൾക്കാരുണ്ടായിരുന്നു, വയസ്സായ ആൾക്കാരുണ്ടായിരുന്നു. അവരെ നോക്കിയത് ആരായിരുന്നു? ആ കുടുംബക്കാർ തന്നെയായിരുന്നു. വി ഹാഡ് എ ലാർജർ ഫാമിലി സിസ്റ്റം. അപ്പോൾ നമ്മുടെ മുത്തശ്ശന്മാരെയും നമ്മുടെ മുത്തശ്ശിമാരെയും അച്ഛനെയും അമ്മയൊക്കെ നമ്മൾ തന്നെയാണ് വീട്ടിൽ നമ്മൾ തന്നെ നോക്കിയിരുന്നു. അന്നൊക്കെ ശരിക്കും പറഞ്ഞൊരു ഹോം നേഴ്സ് എന്നൊരു കോൺസെപ്റ്റ് പോലും നമ്മൾ കേട്ടിരുന്നില്ല കേരളത്തിലൊക്കെ. വളരെ റെയറായിട്ടോ മറ്റോ കേട്ടു എന്നല്ലാതെ ഇന്നത്തെ പോലെയല്ല. പക്ഷേ ഇന്ന് പാലിയേറ്റീവ് കെയർ വളരെ ഒരു ചലഞ്ചിങ് ഡൊമെയിനിലാണ്. കാരണം കേരളത്തിൻ്റെ ഒരു ഡെമോഗ്രാഫിക് നോക്കുകയാണെങ്കിൽ വി ആർ നൗ ബിക്കമിങ് എ ജെറിയാട്രിക് സൊസൈറ്റി. നമ്മുടെ കുട്ടികൾ, യങ്സ്റ്റേഴ്സ് ഇന്ത്യ വിടുകയോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കേരളം വിട്ടിട്ടോ ജീവിക്കാനുള്ള ഒരു ബദ്ധപ്പാടിലാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയാണ് ഈ വയസ്സായ ആൾക്കാരും അല്ലെങ്കിൽ കുറച്ച് പ്രായം ചെന്ന ആൾക്കാരും ഒറ്റപ്പെട്ടു പോകുന്ന കാര്യം വരുന്നത്. ഇതിൻ്റെ വേഴ്സ്റ്റ് ഫിനോമിനൻ നമ്മൾ കണ്ടത് കോവിഡ് സമയത്താണ്. ഞാനത് തമാശയ്ക്ക് പറയാറുണ്ടെങ്കിലും നമ്മൾ BC എന്ന് കേൾക്കാറുണ്ടല്ലോ അല്ലേ, ബിഫോർ ക്രൈസ്റ്റ്. BC ഇപ്പോൾ ബിഫോർ ക്രൈസ്റ്റ് അല്ല, ഇപ്പോൾ ബിഫോർ കോവിഡാണ്. ഇറ്റ് ഈസ് നൗ ബിഫോർ കോവിഡ് ആൻഡ് ആഫ്റ്റർ കോവിഡ്. ഇത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഇറ പോലെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. കോവിഡ് സമയത്തൊന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങൾക്കൊക്കെ ആസ് ജഡ്ജസ് ഓഫ് ദി ഹൈക്കോർട്ട് എൻ്റെയൊക്കെ ഫോൺ നമ്പർ വളരെ ഫ്രീലി അവൈലബിൾ ആണെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. ഐ ഡോണ്ട് നോ ഹൗ. എൻ്റെ പേഴ്സണൽ നമ്പറിൽ പോലും വി യൂസ് ടു ഗെറ്റ് കോൾസ് ഫ്രം പീപ്പിൾ സെയിങ്, ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്, പ്ലീസ് ഹെൽപ്പ് മീ ഗെറ്റ് എൻ ആംബുലൻസ്, പ്ലീസ് ടേക്ക് മീ ടു എ ഹോസ്പിറ്റൽ, ഐ ആം ഗ്യാസ്പിംഗ് ഫോർ എയർ, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, ഐ എം ഇൻഫ്ലിക്റ്റഡ് വിത്ത് കോവിഡ്. അതൊരു വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു, ആ ഒരു 2-3 മാസം. ആ സമയത്ത് വീട്ടിൽ ആരുമില്ലാതെ, ഇനി ഉണ്ടെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാതെ, അവിടെ നമ്മൾ ആ PPE കിറ്റിട്ട് വരുന്ന ഒരു മാലാഖ, ദാറ്റ് വാസ് അവർ ഗോഡ്. ആ വരുന്നൊരാളെ നമ്മൾ ഓരോരുത്തരും ട്രീറ്റ് ചെയ്തത് നത്തിങ് ഷോർട്ട് ഓഫ് ഗോഡായിരുന്നു, ഈശ്വരനായിരുന്നു. നമ്മുടെ വീട്ടിൽ ഫുള്ളി PPE കിറ്റിട്ടുകൊണ്ട് അവരുടെ ജീവൻ തന്നെ പണയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കോവിഡാന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ IMAയുടെ ഈ അരികെ എന്ന് പറയുന്ന പാലിയേറ്റീവ് യൂണിറ്റായിട്ട് ഞാൻ പരിചയപ്പെട്ടത്.
ദിസ് വാസ് ഇൻ ദി ഇയർ 2020. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ അവരെ കണ്ടിരുന്നു, അതിൽ കുറേ ഡോക്ടേഴ്സിനെ. ഇന്ന് രാവിലെ ഞാൻ ഇവിടേക്ക് വരുന്നത് പൾമനോളജിസ്റ്റിൻ്റെ ഓൾ കേരള കോൺഫറൻസ് എറണാകുളത്ത് ഇനോഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പൾമനോളജിസ്റ്റ് ആയിരുന്നു അന്ന് സത്യം പറഞ്ഞാൽ ഏറ്റവും അധികം സ്ട്രെയിൻ എടുത്തിരുന്ന ഒരു സെറ്റ് ഓഫ് ഡോക്ടേഴ്സ് ആ കോവിഡ് സമയത്ത്. അതിൽ മിക്കവരെയും ഞാനിന്ന് കണ്ടിരുന്നു. ഡോക്ടർ സുബിൻ അഹമ്മദിനെയും അവരൊക്കെ ഞാൻ കണ്ടിരുന്നു, ഡോക്ടർ മധുകുമാർ. ഞാൻ അവരുടെ അടുത്ത് തന്നെ പറയുകയും ചെയ്തിരുന്നു, ഐ സെഡ് യു ആർ നോ ഷോർട്ട് ഓഫ് ഗോഡ്സ്. ഇൻഫാക്ട് ബിഫോർ ക്രൈസ്റ്റ്, AD അല്ല, ബിഫോർ ക്രൈസ്റ്റ്, 100 ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു സമയത്ത് ദർ വാസ് എ ഫിലോസഫർ, ഗ്രീക്ക് ഫിലോസഫർ കോൾഡ് സിസേറോ. ലോയേഴ്സിനെ കുറച്ചും കൂടെ അറിയുന്ന ഒരു കോൺസെപ്റ്റാണ്, കാരണം ഞങ്ങളുടെ ലീഗൽ പ്രിൻസിപ്പിൾസാണ് അദ്ദേഹം കൂടുതൽ പറഞ്ഞത്. പക്ഷേ ഹി ടോക്ട് അബൌട്ട് ഡോക്ടേഴ്സ് ദിസ് വേ. He said, in nothing which a man does he approach God than when he serves men. This is what he said. This is true of every stream of medical field, every medical personnel, not only doctors. But it's truer, it is more true in the case of a palliative person, a person who voluntarily does this palliative care and offers that care by way of support. This is the importance of palliative care. അപ്പോൾ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് നോ ഡൗട്ട് ഇറ്റ് ഇസ് എൻ ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം. അതിൽ മെഡിസിൻസ് ഇൻവോൾവ് ആണ്, ആൾക്കാരുടെ പെയിനാണ് നമ്മൾ എലിവിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ സംടൈംസ് ഇറ്റ് ഈസ് നോട്ട് ദ പെയിൻ ഓഫ് ദ ഫിസിക്കൽ ബോഡി അലോൺ. ഇറ്റ് ഈസ് മോസ്റ്റ് ഓഫ് ദ ടൈം ദ പെയിൻ ഓഫ് ദി മെൻറ്റൽ ദി ആഗണി ദാറ്റ് എ പേഷ്യൻ്റ് ഗോസ്. വയ്യാണ്ടിരിക്കുന്ന ഒരാളുടെ നാച്ചുറലി സൈക്കോളജി ഡിഫറെൻ്റ് ആണ്. അത് അവർക്ക് ആ സമയത്ത് അവർക്ക് നമ്മൾ നോർമലി പറയുന്ന പോലത്തെ പല കോഗ്നിറ്റീവ് ഒരു റിലീസും ആ സമയത്ത് ഉണ്ടാവണം എന്നില്ല. അവരുടെ ആ ഒരു സിസ്റ്റത്തിനോട് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇതിൻ്റെ ഇൻട്രൊഡക്ഷറി ആ റീലിൽ ഞാൻ കണ്ടു, വിത്ത് യു ഓൾവേസ്, ദാറ്റ് ഇസ് പാലിയേറ്റീവ് കെയർ, വിത്ത് യു ഓൾവേസ്. അപ്പം നമുക്ക് നമ്മളെ നോക്കാൻ ഒരാളുണ്ട് എന്ന് നമുക്ക് തോന്നുന്നത്, അതാണ് ശരിക്കുള്ള പാലിയേറ്റീവ് കെയർ. അത് എല്ലാ ഡോക്ടേഴ്സും എല്ലാ നഴ്സസും എല്ലാ പാരാമെഡിക്കൽ എംപ്ലോയീസും ഇൻക്ലൂഡിങ് ദി സ്റ്റാഫ് ഹിയർ, ദി ഡോക്ടർ, എവ്രിബഡി ഹാസ് എ റോൾ ടു പ്ലേ. ഞാൻ എപ്പോഴും ഡോക്ടേഴ്സിനെ പറ്റി പറയാറുണ്ട്, എവ്രി പേഷ്യൻറ്റ് ട്രീറ്റ്സ് ഹിസ് ഓർ ഹർ ഡോക്ടർ ആസ് എ ഡെമി ഗോഡ്, ഓൾമോസ്റ്റ് ആസ് എ ഗോഡ്. ആരോ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, നോട്ട് ഓൾ ഏഞ്ചൽസ് ഹാവ് വിങ്സ്, സംടൈംസ് ദേ വെയർ സ്റ്റെതസ്കോപ്സ് ഇസ് വാട്ട് ദേ സേ. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ കെയർ പേഴ്സണൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. തമാശയ്ക്ക് പറയും, ഞങ്ങളെ കാണാതെ, വക്കീലന്മാരെയും ജഡ്ജിമാരെയും കാണാതെ ജീവിക്കാൻ സാധിക്കും, ഉറപ്പായിട്ടും പറ്റും. കുറച്ച് ലക്കും കുറച്ച് ഭാഗ്യമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഒരു വക്കീലിനെയും കാണാതെയും ഒരു ജഡ്ജിനെയും കാണാതെ ജീവിക്കാൻ പറ്റും. ഒരു ഡോക്ടറെ കാണാതെ ജീവിക്കാൻ സാധിക്കില്ല. നമുക്ക് എല്ലാ കാലത്തും ഡോക്ടേഴ്സിന് ആവശ്യമുണ്ട്. This is the importance of the medical profession. This is the profession I hold to be the most noble in the entire world. അത് ഞാൻ വെറുതെ പറയുന്നില്ല. More noble than my own profession. The profession where Justice Hariharan and I have come with a lot of expectations. But we have seen that the medical profession is the noblest of them all. അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് തന്നെയാണ് if you look at it as a pyramid, the medical profession as a pyramid, I would say at the pinnacle is those who give care to a person palliatively. Palliative എന്ന് പറയുന്നത്, it is not the pain of the body, it is a pain of the self, of the soul. ഇത് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പല ആൾക്കാർക്കും അറിയാം. I have also come across people who are suffering. അവരെ ഫിസിക്കൽ ബാരിയേഴ്സ് അല്ല അവരെ കൂടുതൽ ഉപദ്രവിക്കുന്നത്. ഐ എം ഷുവർ ഇവിടെ ഇരിക്കുന്ന എൻ്റെ സിസ്റ്റർ ആൻഡ് ബ്രദർ ഹു ആർ സിറ്റിംഗ് ഹിയർ, they will tell me this. It is that feeling of isolation sometimes they have to feel, feeling of ആ ഒരു ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത്. ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഷുവറാണ്. പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, ദ വേഴ്സ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു ടു എ മാൻ ഈസ് നോട്ട് ടു ബി ക്രൂവൽ ബട്ട് ടു ബി ഇൻഡിഫറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സൊസൈറ്റൽ ഇൻഡിഫറൻസ് ആണ് പലപ്പോഴും. നേരത്തെ പറഞ്ഞു, ഐ ഡോണ്ട് ലൈക്ക് ടു യൂസ് ദാറ്റ് വേർഡ്, ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്നൊരു വേർഡ് ഉപയോഗിക്കും. ഇൻഫാക്ട് വൺ ഓഫ് മൈ ജഡ്ജ്മെൻറ്റ്സ് ഹസ് ജസ്റ്റ് ബീൻ റിലീസ്ഡ്. ഞാൻ ഈ ശബ്ദം കേൾക്കാതെയും സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരെ പണ്ട് വിളിച്ചിരുന്ന ഒരു വേർഡുണ്ട്. അത് തെറ്റാണെന്ന് ഐ ഹാഡ് ദ പ്രിവിലേജ് ഓഫ് ഡിക്ലെയറിങ് എ വീക്ക് അഗോ. അപ്പോൾ ഇവർ ഡിഫറെൻ്റ്ലി ആണെന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ദേ ആർ ഓൾ ഏബിൾഡ്, ദേ ആർ ആസ് ഏബിൾഡ് ആസ് അസ് ഓർ ബെറ്റർ ഏബിൾഡ് ദാൻ അസ്. അതിൽ യാതൊരു സംശയവുമില്ല. അവർക്കുള്ള പല കഴിവുകളും നമുക്ക് അതിൻ്റെ അയലത്ത് പോലും പോകാൻ സാധിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ സൊസൈറ്റിയുടെ കുഴപ്പം എന്താണെന്നറിയോ, ഇവിടെ മൈനോറിറ്റി റൈറ്റ്സിന് യാതൊരു വിലയും കൊടുക്കുന്നില്ല. ദീസ് പീപ്പിൾ ആർ ദ മൈനോറിറ്റീസ് ബിക്കോസ് അവരുടെ ഏബിൾമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഏബിൾമെൻ്റ് അല്ല. അവരുടെ കപ്പാസിറ്റി, അവരുടെ കഴിവ് മറ്റ് തലങ്ങളിലാണ്.
അതിനെ നമ്മൾ കാണാതെ നമ്മളൊരു ലോകം ക്രിയേറ്റ് ചെയ്തു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി, മെജോറിറ്റിക്ക് വേണ്ടി ലോകം ക്രിയേറ്റ് ചെയ്തു. നമ്മൾ രണ്ട് കാലിൽ നടക്കുന്ന ആൾക്കാർ മാത്രമാണ് ശരിയെന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ബസ്സിൽ കയറാൻ നിങ്ങൾക്ക് മാർഗ്ഗമില്ല, സ്റ്റെപ്പ് കയറി തന്നെ ബസ്സിൽ കയറണം. ഫുട്പാത്തിൻ്റെ കാര്യം പറയാനേ ഇല്ല. നടന്നാൽ ജീവനോടെ വീട്ടിൽ എല്ലാ കഴിവുള്ള ആൾക്കാർക്ക് പോലും വീട്ടിൽ തിരിച്ചെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ സ്ലാബ് ഉണ്ടാവില്ല, അതിനുള്ളിൽ ഉഴുന്നു വീഴും. അപ്പോൾ നമ്മളുണ്ടാക്കിയ ലോകം എന്ന് പറയുന്നത് അവരെ വളരെയധികം ഡിസ്ക്രിമിനേറ്റ് ചെയ്തുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ അവരെ പറ്റി പറയുമ്പോൾ അവർ ഡിഫറെൻ്റാണെന്ന് പറയുകയാണ്. ദേ ആർ നോട്ട് ഡിഫറെൻറ്റ്, ദേ ആർ ബെറ്റർ ഏബിൾഡ്. അവർ നമ്മളെക്കാട്ടിലും പല തലങ്ങളിൽ നമ്മളെക്കാട്ടിലും ഏബിൾഡാണ്. അപ്പോൾ ദീസ് ആർ സ്മോൾ സ്മോൾ തിങ്സ് ദാറ്റ് ആർ ദ സൊസൈറ്റി ഹാസ് ടു നൗ റെക്കഗ്നൈസ്. പലപ്പോഴും സൊസൈറ്റി ഇതിനെപ്പറ്റി ആലോചിക്കാതെ, ഒട്ടും അതിനെപ്പറ്റി ചിന്ത കൊടുക്കാതെ, ദേ പ്രൊസീഡ് ആസ് ഇഫ് ദ വേൾഡ് നമ്മൾക്കുള്ള വേൾഡാണ്. വി ഓൺ ദ വേൾഡ് ഇഫ് ദ വേൾഡ് ഇസ് ഫോർ അസ്. ഏതായാലും ഐ ആം സോ ഗ്രാറ്റിഫൈഡ് ടു സീ maybe a minority, I hope it becomes a majority of people here, of kind-hearted people with so much of empathy within them. കരുണ ഇത്രയധികമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമ്മൾ കാണുന്ന സമയത്ത്, I said the same thing when I inaugurated അരികെ in എറണാകുളം. ഇത്രയധികം കരുണയും സിമ്പതിയും എമ്പതിയും കാണിക്കാൻ പറ്റുന്ന ഒരു ജനത എൻ്റെ മുമ്പിലുണ്ടെന്ന് പറയുമ്പോൾ I am absolutely privileged and thrilled to be in front of you standing. I am very small, I feel very very wanting. ഞാൻ വളരെ ഇൻസഫിഷ്യൻ്റാണെന്ന് തോന്നുന്ന ചില മൊമെൻറ്റ്സാണിത്. കാരണം ഇവരൊക്കെ ചെയ്യുന്ന ഞാൻ സേവനമെന്നേ പറയുള്ളൂ. ഐ ഹവ് സ്പോക്കൺ അബൌട്ട് ദിസ് ഏർലിയർ. ചാരിറ്റി ആൻഡ് സർവീസിനൊരു വ്യത്യാസം ഞാൻ പറഞ്ഞിരുന്നു. ചാരിറ്റി ഈസ് സംതിങ് ദാറ്റ് യു ഡു വെരി മെക്കാനിക്കലി. സർവീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛന് വേണ്ടി, നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി. വെൻ യു ഡു വാട്ട് യു ആർ ഡൂയിങ് ഫോർ അനദർ, ദ വേ യു ഡു ഫോർ യുവർ ചിൽഡ്രൻ ഓർ യുവർ പേരൻസ്, അതാണ് ശരിക്കും പറഞ്ഞാൽ ദാറ്റ് ഈസ് വെയർ യു സ്റ്റാൻഡ് നെക്സ്റ്റ് ടു ഗോഡ്. ദീസ് ആർ പീപ്പിൾ ഹു ആർ നെക്സ്റ്റ് ടു ഗോഡ്. ഡോക്ടർ, I am privileged to meet you again after about 20 years. I never thought ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വരുന്നു. സാർ എന്നെ വിളിച്ചപ്പോഴും എനിക്ക് അറിയാത്തൊരു കാര്യമായിരുന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീലിംഗ് ആൻഡ് ഐ വിഷ് ഓൾ ഓഫ് യു സോ വെരി വെൽ. സാറ് പറഞ്ഞതുപോലെ ഈ സുന്ദരിക്കുട്ടിക്ക് ഒരു നല്ല വീട് വരട്ടെ. ഈ സുന്ദരി വളർന്നു വലുതായി വളരെ ഭംഗിയുള്ളൊരു സ്ത്രീയായി മാറി, വളരെ ചൈതന്യമുള്ളൊരു അമ്മയായി മാറി, ഏറ്റവും സ്നേഹമുള്ളൊരു അമ്മൂമ്മയായി മാറി. അത് എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, താങ്ക് യു ഫോർ ദിസ് ടൈം, താങ്ക് യു ഫോർ യുവർ എക്സെപ്ഷണൽ പേഷ്യൻസ്. താങ്ക് യു സോ മച്ച്.